Ladies and gentlemen, this is Adesh and welcome to my comedy. ഉയർ നമ്മുടെ റോഷൻ മാത്യു, ബൈജു ചേട്ടൻ ഇവരൊക്കെ അഭിനയിച്ച നടന്ന സംഭവത്തിനെ പറ്റിയിട്ടുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്. അതാണ് ഉയർ. ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കാണണം വിചാരിച്ചാണ്. റോന്ത് തിയേറ്റർ മിസ് ചെയ്തു. ഇത് കാണാൻ വേണ്ടിയിരിക്കുമ്പോ ഇവിടുത്തെ തിയേറ്ററുകാർ അത്യാവശ്യം മാന്യന്മാരായതുകൊണ്ട് ഈ പടമൊന്നും എടുത്തില്ല. നോമിന്റെ പൈസ പോയില്ല. സോ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ കിറ്റാ സുദീപ് ഉണ്ട്, കിറ്റാ സുദീപ് റോൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. എങ്ങനെയാടെ ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത നുണയൊക്കെ നിനക്ക് പറയാൻ തോന്നുന്നത്? ചെറിയ റോളല്ല, മുഴുവൻ നീള റോളാണ് ഇതിൽ കിറ്റാ സുദീപ് ചെയ്തിരിക്കുന്നത്. വല്ലാത്ത ജന്മങ്ങൾ തന്നെ. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ചാപ്റ്റർ വൈസ് ആണ് കാണിക്കുന്നത്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ അജീബ് റഹ്മാൻ, നമ്മുടെ റോഷൻ മാത്യുവിന്റെ ക്യാരക്ടർ. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ അതിൽ കേസ് അന്വേഷിക്കാൻ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന് കഴിവ് വേണ്ട. കഴിവ് അതൊരു മാനദണ്ഡമേ അല്ല, ട്രോമ വേണം. ട്രോമ ഉണ്ടെങ്കിൽ മാത്രമേ കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതാണ് സിനിമയുടെ പുതിയ നിയമം. ചിലവരുടെ പണ്ടാട്ടി തട്ടിപ്പോയിണ്ടാവും, അത് കാരണം ട്രോമയായിരിക്കും. ചിലവരുടെ മക്കളെ കൊന്നുണ്ടാവും, അത് കാരണം ട്രോമയായിരിക്കും. എന്നാൽ ഇതിൽ കുറച്ച് പുതുമയുണ്ട്. ചെറുപ്പത്തിൽ ട്രെയിനിൽ പോകുമ്പം റോഷൻ മാത്യുവിന്റെ ചേച്ചിയോ അനിയത്തിയോ ആരൊക്കെ തട്ടിക്കൊണ്ടുപോകും. ആ കൊച്ചിനെ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം എപ്പോൾ ട്രെയിനിന്റെ സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഈ ചങ്ങായിക്ക് ട്രോമ വരും. ട്രോമയുണ്ടോ എന്നാൽ കേസ് അന്വേഷിക്കാം. നമ്മുടെ അജീബ് റഹ്മാൻ ആളുടെ പണ്ടാട്ടിയായിട്ട് അതുല്യ ചന്ദ്രയാണ്. കൊച്ചു IAS ആവാൻ പഠിക്കുകയാണ്. IAS ആവാൻ പഠിക്കുന്ന കൊച്ച് പഠിക്കുന്നത് മാത്രം കാണിക്കുന്നില്ല, ചോറ് വെക്കുന്നതും ചായ വെക്കുന്നതും മുട്ടക്കറി ഉണ്ടാക്കുന്നതും ചപ്പാത്തി വെക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കളക്ടർ ആക്കുമോ എനിക്കറിയില്ല. ചിലപ്പോ പുതിയ പുതിയ റൂൾസ് അങ്ങനെ ആയിരിക്കും. അയ്യോ ഉയർന്നുള്ള ഒരു പടത്തിന് പേരിട്ടിട്ട് ആ പടത്തിന് ഒരു തുള്ളി പോലും ലൈഫില്ല. ഔട്ട് ആൻഡ് ഔട്ട് ഡെഡ് ബോഡിയാണ് ഈ സിനിമ. ലോക നിർഗുണമാണ്. ഒരു മൊമെന്റിൽ പോലും എനിക്ക് ഈ സിനിമ എക്സൈറ്റിംഗ് ആയിട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ തോന്നിയില്ല. യൂഷ്വലി ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണെങ്കിൽ അതിന്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫാക്ടർ ആ കേസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് ആയിരിക്കും. എന്നാൽ ഇതിൽ അങ്ങനത്തെ ഒരു സാധനമേ ഡമ്മി ടു ഡമ്മിയാണ്. കൊലപാതകി ഇവരെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുക്കും, 2 ചവിട്ട് കൊടുക്കുമ്പോൾ അവൻ എല്ലാം പറയും. ആൻഡ് അവൻ പറയുന്ന സ്റ്റോറി ഹാഫ് ബേക്ക്ഡ് ആണ്, അല്ലെങ്കിൽ ഒട്ടും കൺവിൻസിങ് അല്ല. അത് ലോകത്തെ കാണുന്ന എല്ലാവർക്കും തോന്നും. എന്നാൽ 24 വർഷം 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഓഫീസർമാർക്ക് തോന്നുന്നില്ല. വാവ് വാവ് വാവ്, ഒരു പടം ഇത് ഒട്ടും കൺവിൻസിങ് അല്ല, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു പടം. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ റോഷൻ മാത്യുവിന്റെ ക്യാരക്ടർ പോലീസ് ഓഫീസറാണ്, പ്രൊബേഷനിലാണ്. ഒരു ദിവസം ഒരു ഫോൺ വരികയാണ്. കിണറ്റില് ഒരു പെണ്ണുമ്പിള്ള തട്ടിപ്പോയിരിക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണം, അത് പിന്നീട് മേർഡർ ആണോ സൂയിസൈഡ് ആണോ, അതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഇത് നമ്മുടെ ശ്രുതി മേനനാണ് ഡെഡ് ബോഡി ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. വളരെ വൃത്തിക്ക് ആള് ഡെഡ് ബോഡി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വില്ലനായിട്ട് വിനോദ് സാഗറാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൽ പെർഫോം ചെയ്ത ഒരാൾ പോലും വൃത്തിക്ക് പെർഫോം ചെയ്തിട്ടില്ല. ഒറ്റ ആളുടെ പെർഫോമൻസ് പോലും കൺവിൻസിങ് ആയിട്ടും തോന്നിയിട്ടില്ല. ബൈജു ചേട്ടനൊന്നും പെർഫോം ചെയ്യാൻ പോലും ഒന്നുമില്ല. സോ ഇതിൽ ഇവർ കേസ് അന്വേഷിച്ചിട്ട് കർണാടകയിൽ പോണൊരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മുടെ ബൈജു ചേട്ടനും അതേപോലെ തന്നെ റോഷൻ മാത്യുവും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭർത്താവിന് ഭാര്യയെ മിസ് ചെയ്യുമ്പോൾ ഒരു പാട്ട്. അങ്ങനെയാണ് ആ പാട്ട് കേട്ടപ്പോ തോന്നിയത്, ഇത് എന്താടേ റൊമാൻറ്റിക് ട്രാക്കോ? സട്ടിലായിട്ടൊരു സാധനം ഇട്ട് കൊടുക്കേണ്ട അവിടെ ചായ കുടിക്കുന്നവർക്ക് ഭയങ്കര ലൗഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് മ്യൂസിക്കാ. പിന്നെ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു മൊമെന്റില് ഇതേ പാട്ടന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കേട്ടപ്പം തിരികെ ഞാൻ വരുമെന്ന ആ ഒരു പാട്ട് കേൾക്കുന്ന പോലെ തോന്നിയത്. ഇതെന്താ മറ്റേ ദുബായി പോയിരുന്നിട്ട് നാട് മിസ് ചെയ്യുന്ന പോലെ. ആൻഡ് ടുവേർഡ്സ് എൻഡ് റോഷൻ മാത്യുവിന് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് ഉണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യണം, കുട്ടികളെ തപ്പിയിട്ട് അപ്പൊ ഇട്ട് കൊടുക്കുന്ന പാട്ട് മാസ് പാട്ട്. ഇത് മറ്റേ സീൻ തെക്കോട്ടും മാസ് വടക്കോ അല്ല, പാട്ട് വടക്കോട്ടും ആയിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. റോഷൻ മാത്യു, യൂഷ്വലി റോഷൻ മാത്യുവിന്റെ പെർഫോമൻസ് പല സമയത്തും പല പടങ്ങളിലും കിട്ടുവാണ്. എനിക്ക് തോന്നുന്നു ആളുടെ സിനിമാ സെലക്ഷൻ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി സിനിമാസ് തന്നെ ആയിരിക്കും. എന്നാൽ ഇതിലൊക്കെ ഭയങ്കര ആവറേജ് പെർഫോമൻസ് ആണ്. ആള് മറ്റേ ഷൗട്ട് ചെയ്ത് സ്ക്രീം ചെയ്യുന്ന മൊമെന്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ പക്ക ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ബൈജു ചേട്ടൻ, പേരിന് മാത്രമേ ബൈജു ചേട്ടൻ ഈ സിനിമയ്ക്കുള്ള, ആൾക്ക് പെർഫോം ചെയ്യാൻ ഒന്നുമില്ല. ഇടയ്ക്ക് ഒരു ബിരിയാണി കൊണ്ടുവന്ന് കൊടുക്കണം എന്തോ കാണിക്കുന്നുണ്ട്. അതുല്യ ചന്ദ്ര
അഗെയിൻ കുക്കിംഗ് എക്സ്പേർട്ട് ആവാൻ നോക്കുന്ന ഒരു ക്യാരക്ടറാണ്. ശ്രുതി മേനോൻ ആസ് യൂഷ്വൽ ഡെഡ് ബോഡി ആയിട്ട് വളരെ വൃത്തിക്കായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡെഡ് ബോഡിക്ക് കറക്റ്റ് ആയിട്ടാണ് ആള് അഭിനയിച്ചിരിക്കുന്നത്. വിനോദ് സാഗർ കൈൻഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത്. ആള് പറയുന്ന സ്റ്റോറി ഒക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്ത് ആരെങ്കിലും കൺവിൻസ്ഡ് ആവുന്ന ഈ രണ്ട് മരമണ്ടം പോലീസുകാരല്ലാതെ. സോ എനിക്ക് ഈ സിനിമ ഭയങ്കര ബിലോ ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. കാരണം എന്തെങ്കിലും ഒരു പ്ലസ് വേണ്ടേ. ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്, ഡെഫിനറ്റ്ലി യെസ്. എന്നാൽ പോലും അത് നിങ്ങൾ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ എന്തോ എടുത്തു വെച്ചിട്ട് അത് ട്രൂ സ്റ്റോറി ബേസ്ഡ് ആണ് പറയുമ്പോൾ ഒട്ടും വർക്ക് ആവുന്നില്ല. ഇതിലൊരു റാന്തൽ പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഈ ചങ്ങായി വിനോദ് സാഗർ ഈ മറ്റേ റാന്തല് ഒരു സിനിമ സെറ്റിൽ നിന്ന് അടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചങ്ങായി ആരെങ്കിലും തട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റാന്തല് കൊണ്ടുവരുന്നത്. കൊല്ലണ്ട അവന്റെ വീട്ടിലേക്ക് വരെ ഈ റാന്തല് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ തലയ്ക്ക് അടിച്ച് കൊല്ലാനായിരിക്കും. അപ്പൊ പിന്നെ കേസ് വന്നാൽ അവര് തലയിലല്ലേ വരുള്ളൂ. പിന്നെ ഇവനെ കയറ് മുറുക്കി കൊന്നിട്ട് ഇവര് കത്തിക്കാൻ വേണ്ടി പോകുമ്പോ ഈ റാന്തൽ അറിയാതെ പൊട്ടി വീഴുന്നുണ്ട്. ആ റാന്തൽ തപ്പിപ്പിടിച്ച് പോലീസ് വരുന്നുണ്ട്. എന്തോന്നടി ഇതിന് വേണ്ടിയിട്ട് ഇവൻ റാന്തൽ മോട്ടിക്കണോ? അവര് സ്വന്തമായിട്ട് റാന്തൽ മേടിക്കാനുള്ള കാശ് പോലും ഇല്ലേ? ആൻഡ് ഈ സിനിമയിൽ ഒരു ഐറ്റം ഡാൻസ് ഉണ്ട്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ഐറ്റം ഡാൻസ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും വൃത്തികെട്ട ഐറ്റം ഡാൻസ്. സുയിർ ഈ സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. വേണ്ടവര് കണ്ടു നോക്കുക. ടുവേർഡ്സ് എൻഡ് ഒക്കെ ഇമോഷണൽ സീൻ കുത്തിക്കേറ്റിട്ട് നാട്ടുകാരെ കരയിപ്പിച്ചിട്ട് കണ്ണീര് കൊണ്ട് ഫ്ലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു കാര്യമില്ല. ഇതൊക്കെ കണ്ടിട്ട് കരനവ മണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ ശരിക്കുള്ള ഇമോഷണൽ സീൻ കണ്ടിട്ട് എന്ത് ചെയ്യും? ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവും. ഒട്ടും കരച്ചിലും പിഴിച്ചിലും ഒന്നും വന്നില്ല. ഇതെങ്ങനെയും തീർന്ന് കിട്ടിയാൽ മതി എന്നാണ് തോന്നിയത്. എനിക്ക് ഈ സിനിമ കാണുമ്പോൾ പല സമയത്ത് ഉറക്കമാണ് വന്നത്. ഒരു മൊമെന്റിൽ പോലും എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. സോ വേണ്ടവര് കണ്ടു നോക്കുക. സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ.